رسول الله صلى الله عليه وسلم يده على صدره ആയുവാവിന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവയ്ക്കുകയാണ്. അവിടുത്തെ കൈ ആ നെഞ്ചിന്റെ മേൽ വെക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബഹു വഗ്ഫിർ ലഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുമ്മ അല്ലാഹുവേ തഹ്ഹിർ ഖൽബഹു, ഈ പൊന്നുമോന്റെ ഹൃദയം നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. വഗ്ഫിർ ലഹു, ഈ മകന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വഹസ്സിൻ ഫർജഹു, രഹസ്യഭാഗത്തെ അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ദുആയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. തെറ്റുകൾ ചെയ്യുവാൻ മനുഷ്യനെ എപ്പോഴും പ്രേരണയുണ്ടാകും. കാരണം ശരീരം തെറ്റിനോടാണ് കൂടുതൽ അടുത്തു നിൽക്കുന്നത്. അപ്പൊ ഈ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുവാൻ ദുആയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിശ്വാസിയുടെ ആയുധമാണ്. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ വീണുപോകാതെ പിശാചിനോട് സമരം ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാൻ ഉപയോഗിക്കേണ്ട ആയുധമാണ് വിശ്വാസിക്ക് ദുആ എന്നുള്ളത്. ഈ മനുഷ്യൻ, ഈ യുവാവ് പറയുകയാണ്, ഫലം യകുൻ ശൈഉൻ അബ്ഗദ ഇലൈഹി മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യഭിചാരത്തിന് വേണ്ടി സമ്മതം ചോദിച്ചു വന്ന ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു കൊടുത്തപ്പോൾ പിന്നീട് വ്യഭിചാരത്തെക്കാൾ വെറുപ്പുള്ളതായി ആ യുവാവിന്റെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ പിൽക്കാലത്ത് വ്യഭിചാരത്തിനോട് വന്ന വെറുപ്പ്, വ്യഭിചാരത്തിനോടുള്ള ദേഷ്യം അതിനേക്കാൾ മറ്റൊരു തെറ്റിനോട് ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം